വെൽക്കം ടു നീതാസ് ടേസ്റ്റ്ലാൻഡ്. നമുക്ക് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? നമ്മൾ കുറച്ച് അച്ചാറിന്റെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഷോപ്പിൽ പോയിട്ട് പപ്പായ കിട്ടുമ്പോൾ പപ്പായ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ്. അതുപോലെ തന്നെ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറുകളേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട് ഈ പപ്പായ അച്ചാറിന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറിന്റെ കൂട്ടുകളൊക്കെ ഏകദേശം സെയിം, അച്ചാർ ഉണ്ടാക്കുന്ന രീതിയിലാണ് കുറച്ച് വ്യത്യാസം ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, പപ്പായക്ക് ഒരു കറി ഉണ്ടാകും, ഒരു ചെറിയൊരു പൊള്ളല് പോലെയുള്ള ഒരു അവസ്ഥയുണ്ട് പപ്പായ, പച്ച പപ്പായക്ക്. അപ്പൊ നമ്മൾ ഈ പപ്പായയുടെ കറ മാറ്റിയതിന് ശേഷമല്ല അച്ചാർ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ കഴിക്കുമ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പപ്പായയുടെ കറ മാറ്റിയതിന് ശേഷം അച്ചാർ റെഡിയാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പപ്പായ അച്ചാർ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പപ്പായ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പപ്പായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, പച്ചമുളക്, ഉലുവ പൊടിച്ചത്, കറിവേപ്പില, കടുക്, ശർക്കര, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കായം, നല്ലെണ്ണ, ഉപ്പ്. ഇതിപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ പപ്പായ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പപ്പായ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അതുപോലെ തന്നെ ഇത് നമുക്ക് കൈ ഇങ്ങനെ മുക്കിയാൽ പൊള്ളാത്ത ചൂടുള്ള ചൂടുവെള്ളത്തിലാണ് നമ്മൾ പപ്പായ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കേണ്ടത്. അപ്പോഴാണ് ആ പപ്പായയുടെ ആ ഒരു കറ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ കറ മാറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇളം ചൂടുവെള്ളം. നമുക്ക് ഇങ്ങനെ കൈ മുക്കി പിടിക്കാൻ പറ്റുന്ന അത്രയും ചൂട് മതി. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ പപ്പായ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അച്ചാർ റെഡിയാക്കാം. അപ്പോൾ ഇതിൽ ഉലുവ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ അച്ചാറിൽ പഞ്ചസാര ചേർക്കില്ല, ശർക്കരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ പപ്പായ അച്ചാറിന്റെ ടേസ്റ്റ് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമുക്കിനി അച്ചാറിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. അപ്പോൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഞാൻ പറയാറുണ്ട്, ഞാൻ നല്ലെണ്ണയിൽ മാത്രമേ അച്ചാർ ഉണ്ടാക്കാറുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ വിനീഗറും അച്ചാറിന് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, വിനീഗറും ഉപ്പും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം പപ്പായ ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ കടുകിടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി പപ്പായ ഒന്ന് ഹാഫ് കുക്കായി വരണം. അതുവരെ നമ്മൾ എണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പപ്പായ ഒന്ന് ഹാഫ് കുക്കാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതാണ് മറ്റുള്ള അച്ചാറുകളും പപ്പായ അച്ചാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സാധാരണ അച്ചാറുകളിൽ നമ്മൾ വെള്ളം ചേർക്കാറുണ്ട്, പക്ഷേ ഈ പപ്പായ അച്ചാറിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. കൂടുതൽ ഗ്രേവി വേണം അച്ചാറിന് എന്നുള്ള ആളുകൾക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളം ചേർക്കുക. എല്ലാ അച്ചാറുകളും ഉണ്ടാക്കുമ്പോൾ ഞാനിത് കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ, പപ്പായ ഒന്ന് ഹാഫ് കുക്കായി വരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കത് ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം. ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു ചെറിയ വലിപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അച്ചാർ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉപയോഗിച്ച് തുടങ്ങാനുള്ള പാകത്തിലാവും. ഇല്ല വലിപ്പം കൂട്ടിയാണ് നമ്മൾ പപ്പായ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും പപ്പായ സോഫ്റ്റ് ആയി വരാൻ. ഇത് നമ്മൾ പച്ചപ്പപ്പായ തന്നെ എടുക്കുക, ഒട്ടും മൂപ്പെത്താത്ത പപ്പായ എടുക്കുക. മൂപ്പെത്തിയ പപ്പായ ആണെങ്കിൽ ചെറിയ മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വഴറ്റുമ്പോൾ തന്നെ അതങ്ങ് കുഴഞ്ഞു പോയി തുടങ്ങും. ബാക്കി അച്ചാറിൽ നമ്മൾ എല്ലാ അച്ചാറിലും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ്, വ്യത്യാസമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് പപ്പായയുടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ പപ്പായ മിക്ക ആളുകളുടെയും വീട്ടിലുള്ളതാണ്, നമുക്ക് എളുപ്പത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറുമാണ്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് കേട്ടോ. ചില അച്ചാറുകളിൽ നമ്മുടെ
പാവയ്ക്ക അച്ചാർ പോലെയുള്ള അച്ചാറുകളിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഓരോ അച്ചാറുകൾക്ക് നമ്മൾ ഓരോ രീതിയിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മൾ എല്ലാ അച്ചാറിലും പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഈ അച്ചാറിൽ നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ പപ്പായയുടെ ടേസ്റ്റുമായിട്ട് അത്ര അങ്ങോട്ട് മാച്ചായി പോകുന്നില്ല. പഞ്ചസാര ചേർത്തിട്ടും ശർക്കര ചേർത്തിട്ടും ഞാൻ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പപ്പായ സോഫ്റ്റ് ആയി കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ, അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അച്ചാർ മോശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരുന്നത്. ചില അച്ചാറുകൾ, ഇപ്പോൾ നാരങ്ങ അച്ചാർ പോലെയുള്ള അച്ചാറുകളൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചാലും മോശമായി പോവില്ല. പക്ഷെ പപ്പായ അച്ചാറൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ കാലം വയ്ക്കുകയാണെങ്കിൽ മോശമായി പോവും. അതുകൊണ്ടാണ് ഈ പപ്പായ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. 2 ആഴ്ച വരെ പുറത്ത് വയ്ക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് എടുത്ത് പുറത്ത് വയ്ക്കാം. ബാക്കി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ പപ്പായ നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ പപ്പായ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതേ എണ്ണയിലേക്ക് നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ തന്നെ കടുക് ഇടാറുണ്ട്. പക്ഷേ ഈ ഒരു അച്ചാറിൽ നമ്മൾ പപ്പായ ഒന്ന് വഴറ്റി മാറ്റിയതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നത് പപ്പായ അച്ചാറിന് ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാൻ മടിയാണെങ്കിലും 1-2 ദിവസമൊക്കെ ആയിട്ട് കുറച്ചായിട്ട് പൊളിച്ചെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിന് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ പച്ചമുളക് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് എപ്പോഴും പറയാറുള്ളതാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് മുളക് പൊടിയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ സാധാരണ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരും. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2ആയിട്ടോ 4ആയിട്ടോ മുറിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ സാധാരണ നാടൻ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ചധികം വലിപ്പമുള്ള 1-2 വെളുത്തുള്ളി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ തന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരുന്നത് ഒരു വലിയ പപ്പായയാണ്. ഒരു വലിയ പപ്പായ എന്ന് പറയുമ്പോൾ 2.25 കപ്പ് ഉണ്ട് നമ്മുടെ മെഷറിംഗ് കപ്പിൽ. മെഷറിംഗ് കപ്പ് എന്ന് പറയുമ്പോൾ 240 ml കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേരെ ഇപ്പോൾ ചോദിക്കുന്നു കപ്പിൻ്റെ അളവിൽ പറയുമ്പോൾ എത്ര ഗ്രാമാണ്, അതുപോലെ ടീസ്പൂണും ടേബിൾ സ്പൂണും എന്ന് പറയുമ്പോൾ അതെങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ ഞാനപ്പോൾ അടുത്തൊരു ദിവസത്തെ വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ടീസ്പൂൺ ഏതാണ്, ടേബിൾ സ്പൂൺ എങ്ങനെയാണ്, എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് കിട്ടും എന്നൊക്കെ. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ കമൻസിൽ റിപ്ലൈ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ സ്പൂണാണ്. ചെറിയ സ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറിംഗ് സ്പൂൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങൾ വിൽക്കുന്ന ഷോപ്സിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആണ് എല്ലാ ഷോപ്സിലും. അപ്പോൾ മെഷറിംഗ് സ്പൂൺസ് അല്ലെങ്കിൽ മെഷറിംഗ് കപ്സ് രണ്ടും വാങ്ങിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും അളക്കുമ്പോൾ നമുക്ക് ഇത്ര ഗ്രാം എന്ന് ചിലപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ കപ്പളവിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ പപ്പായയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര കിലോ പപ്പായ എന്ന് പറഞ്ഞാലും പപ്പായയുടെ കുരു എല്ലാം നമ്മൾ കളഞ്ഞ് പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ അളവിൽ വ്യത്യാസം വരും. നമ്മളെല്ലാവരും എടുക്കുന്ന അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് കപ്പിൻ്റെ കണക്ക് പറയുന്നത്. പിന്നെ ഇപ്പോൾ മെഷറിംഗ് കപ്സ് ഒന്നും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ പൊടികളൊക്കെ അളക്കാനാണെങ്കിലും വെള്ളം അളക്കാനാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് സ്ഥിരമായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ്, അതുപോലെ അരക്കപ്പ് എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ്, ആ രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഈ സമയത്ത് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൽ കുറച്ച് എണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്, അധികം ഒഴിക്കുന്നില്ല. ഇതിലേക്ക് നമ്മളിപ്പോൾ തന്നെ ശർക്കര ചേർക്കുകയാണ്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. പക്ഷെ ഞാൻ ശർക്കര ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പപ്പായ ചേർത്ത് കഴിയുമ്പോൾ എല്ലാ പപ്പായയിലേക്കും ഒരുപോലെ തന്നെ
മധുരം പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ശർക്കര ചേർത്തത്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് വിനീഗറാണ്. അപ്പോൾ ഞാൻ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തിട്ടില്ല. കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കാതെ ഇരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ് ഉലുവപ്പൊടി. അതുകൊണ്ട് തന്നെ പച്ചച്ചുവ വരില്ല. കായാണെങ്കിലും പൊടി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം. കായം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. അപ്പോൾ ഇതിന് മുന്നേ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വറുത്ത് പൊടിച്ചു വെച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കായം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് പപ്പായ ചേർത്തതിന് ശേഷം ഗ്രേവി ആവശ്യമുള്ളത്രയും നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കും. പപ്പായ ചേർക്കാം. അപ്പോൾ പപ്പായ നമ്മൾ എടുത്തു വെച്ചപ്പോൾ ആ പപ്പായയിൽ കുറച്ച് എണ്ണയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ മതി അച്ചാർ എന്നുണ്ടെങ്കിൽ നമുക്കിനി വിനീഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചുകൂടി വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒട്ടും തന്നെ ഗ്രേവി ഇല്ല, അപ്പോൾ കുറച്ച് ഗ്രേവി വേണം. വിനീഗർ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒന്ന് തിളച്ച് വരിക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അച്ചാറിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എല്ലാ അച്ചാറുകളും ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറുകളിലേക്ക് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. വിനീഗർ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇനി അച്ചാർ ചൂടൊക്കെ മാറി വരട്ടെ. നാളെ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മാറ്റി വയ്ക്കും. ഈ ചട്ടിയിൽ ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ട് വയ്ക്കാറില്ല. ഇരുമ്പിൻ്റെ ചട്ടിയിലും ഉരുളിയിലൊന്നും അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാറില്ല. സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പപ്പായ അച്ചാർ നമുക്ക് സെർവ് ചെയ്യാൻ മീൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ സമയമായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെയാണ് അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നലെ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചൂട് മാറി ഇന്നേ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുള്ളൂ. അതായത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഉപ്പൊക്കെ ചെക്ക് ചെയ്തു. ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവ് കറക്റ്റാണ്. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, 2 ആഴ്ച നമ്മൾ ഈ പപ്പായ സോഫ്റ്റ് ആയി വരുന്നത് വരെ പുറത്ത് തന്നെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ട് ചെറിയൊരു പാത്രത്തിലെടുത്ത് ഡൈനിങ് ടേബിളിലോ എവിടെയാണ് നമ്മൾ വയ്ക്കുന്നതെന്ന് വെച്ചാൽ വയ്ക്കാം. ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ആവശ്യം വരുമ്പോൾ ചെറിയ ബൗളിലേക്ക് ആക്കി മാറ്റി വയ്ക്കാം. ഞാൻ എപ്പോഴും ചെറിയൊരു ജാറിലാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ എടുത്ത് വയ്ക്കും. എപ്പോഴും അച്ചാർ ആവശ്യമുള്ളത് കൊണ്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ, ഇതിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തീരും. അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല. കൂടുതൽ പപ്പായ നമുക്കിപ്പോൾ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പപ്പായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാലും മോശമായി പോവില്ല. ഇതുപോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ. ഇതും നമ്മുടെ ലീനച്ചിറ്റയുടെ റെസിപ്പി തന്നെയാണ്. ഞാൻ ലീനച്ചിറ്റയുടെ സമോസ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറേ നല്ല കമൻസ് വന്നിരുന്നു. അപ്പോൾ ലീനച്ചിറ്റ കുറേ ഇതുപോലെയുള്ള റെസിപ്പികൾ, നാടൻ റെസിപ്പികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ലീനച്ചിറ്റയുടെ ഒരു സ്പെഷ്യൽ ഉണ്ട്, അത് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉലർത്തിയതെന്നാണ് പറയുക. മറ്റുള്ള നാടുകളിൽ എന്താണ് പറയാന്നറിയില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം ചെയ്യാം. ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളം ചേർക്കുക. ഇതിപ്പോൾ പപ്പായ അച്ചാറിന് ഗ്രേവി ആയിട്ടുള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിലാണ്. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും പപ്പായ അച്ചാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അച്ചാർ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പതിവ് പോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.